ഇവിടെ തുടങ്ങിയിട്ട് ഒരു 60 കൊല്ലത്തിൻ്റെ അടുത്തായി. 60 കൊല്ലം വരെ 60 കൊല്ലം മുന്നേ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അന്ന് ഇത്ര തോന അരിയില്ല. അന്ന് ആരെങ്കിലും ഒരു ചാക്ക അരി കൊണ്ടുവരികയാണെങ്കിൽ അത് ഓലാണ്ട് വാരി കൊടുക്കും. നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളാണ്ട് വാരി കൊടുക്കും. അങ്ങനെ അരി കൂടുതലായപ്പോൾ പിന്നെ ഇങ്ങനെ കാർഡാക്കി, ചെറിയ കാർഡാക്കി കൊടുക്കും അരിയേക്ക്. അപ്പോൾ ആൾ കൂടുതലായപ്പോൾ പിന്നെ അരി വരവ് കൂടുതലായപ്പോൾ പിന്നെ ആഴ്ചക്ക് ഒരു ദിവസമാക്കി കൊടുക്കും. അപ്പോൾ അത് ആദ്യം ഫസ്റ്റിൽ കാർഡ് കൊടുത്തത് 10,000 ആൾക്കേ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു 32,000 കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് മഹല്ലിൽ. ഇതിവിടെ എനിക്ക് 76 വയസ്സായിരിക്കണം. അതൊരു 55-60 കൊല്ലത്തിന് കേട്ടിട്ടുള്ളൊരു സർവീസ് എനിക്കുണ്ട്. എൻ്റെ നാട് ഇവിടെ തന്നെ, എൻ്റെ പാപ്പാരായിട്ടൊക്കെ എല്ലാവരും. അവിടെ ഇത് ജാതിഭേദമില്ല, ആർക്കും കാർഡ് കൊടുക്കും. ഓരോ മഹലിൽ നിന്ന് കാർഡ് കൊടുക്കും മഹല്ലിയർക്ക്. ആ മഹല്ലിയർ ആ നാട്ടുകാർക്ക് കൊടുക്കും. അർഹതപ്പെട്ടവർക്ക് ഓല് തിരഞ്ഞെടുക്കും അവിടുത്തെ കമ്മിറ്റി. അങ്ങനെ 40 ജില്ലാ മഹല്ലിക്ക് അരി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 10,000 കുടുംബത്തിന് കൊടുക്കേണ്ട ഒരു 3,000, 4,000, 4,500, 5,000 വരെ ചാക്ക് വേണം ഒരാഴ്ച കൊടുക്കണേ. അതിപ്പോൾ നോൻപിനാകുമ്പോൾ ആഴ്ചക്കായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ നോൻപ് അല്ലാത്ത ദിവസം 15-ാം ദിവസം അത് അരി വരുന്നതിനനുസരിച്ച് കൊടുക്കും. അത് പിന്നെ ഇന്ന ആൾക്ക് കൊടുക്കാറില്ല, ഇന്ന ആൾക്കേ കൊടുക്കുള്ളൂ ഒന്നുമില്ല. ജാതി ഭേദമില്ലാതെ നാനാ ജാതിക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെ കണ്ടമാനം വരുന്നുണ്ട്. ആദ്യമൊക്കെ ഇത്രയൊന്നും വന്നില്ല. ഇപ്പോൾ ഒരു 10-30 കൊല്ലത്തിന് കേട്ടാണ് ഇങ്ങനെ കൂടുതൽ അരി വരവെടുക്കുക. അതനുസരിച്ച് പിന്നെ അതിൻ്റെ മുന്നേ കമ്മിറ്റിയായിരുന്നു. ഇപ്പോൾ പിന്നെ വഖഫ് ബോർഡാണ് നടക്കുന്നത്. ഈ പള്ളിയിലെ വരവ് കണക്കൊക്കെ ചിലവ് കഴിച്ച് ബാക്കി പോലും എടുക്കുക കൊണ്ടുപോകല. എന്നാലും ഒരുപാട് വരുമാനമുണ്ട്. എത്രയോ ആൾക്കാർ പട്ടിണി മാറുന്നുണ്ട് ഈ ഒരു മഹല്ലിലെ അരിയുണ്ട്. എല്ലാ ലോകത്തും പ്രസിദ്ധപ്പെട്ട സ്ഥലമാണ് മൂന്നാക്കൽ പള്ളി എന്ന് പറയുന്നത്. ഇവിടെ മൂന്നാക്കൽ എന്നാണ് പറയുക. അതായത് പഴയ കാലത്ത് ഇവിടെ 3 ആലുണ്ടായിരുന്നു. അത് പഴയ കാലത്ത് അതിന് മൂന്നാൽക്കൽ എന്നിവിടെ പറഞ്ഞു. അതിപ്പോൾ മൂന്നാക്കലായതാണ്. ഇവിടുന്ന് പോയവരാണ് ഇപ്പോൾ അങ്ങാടിപ്പുറത്തുള്ളവർ. അതാണ് ഇവിടുന്ന് അങ്ങാടിപ്പുറം വരാം. എന്നിട്ടൊക്കെ എൻ്റെ പാപ്പാരൊക്കെ പറയുന്നത് കേട്ടതാ. അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് ആളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 18,000 ചില്ലാന കാർഡ് മഹല്ല്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. എന്നാൽ ഇവിടെ മക്ബറൊന്നുമില്ല. അതെ, ഇവിടുത്തെ പ്രത്യേകത തന്നെ ഇവിടെ അള്ളാഹിനോട് അടുത്ത ആൾക്കാർ ഇവിടെ മറവറ്റി കിടക്കുന്നുണ്ട്. അത് തന്നെ ഓലെ മുൻനിർത്തി ദ്വാരം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുത്താല സാധിപ്പിച്ച് കൊടുക്കുന്നുമുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും കിട്ടാതെ ഇപ്പം ഇങ്ങനെ അരി വരില്ലല്ലോ. ഇപ്പം പിന്നെ 1,300 ചാക്കാണ് ഒരു ചെങ്ങായി വീഴുന്നത്. 1,300 ചാക്ക്. കഴിഞ്ഞ കൊല്ലത്തെ നോൽമിന് ഒരു ചെങ്ങായി വീഴുന്നത് 1,800 ചാക്കാണ്. അത് അരി ഇവിടെ കമ്മിയാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ പറയാം ആഴ്ച കൊടുക്കണം ചേർന്ന് അപ്പം കാണാം ലോഡ് കണക്കിന് ഇടുമായിരുന്നു. ആരാ കൊണ്ടുവരുന്നത്, എവിടുന്നാ വരുന്നത്, അള്ളാഹു ആയാലും. പക്ഷേ ഇവിടെ എനിക്ക് ഓർമ്മ വെച്ചവരുണ്ട്. അതായത് നമ്മൾ കുട്ടിക്കാലം മുതൽ ഇവിടെ നമ്മൾ അരി വാങ്ങുന്നുണ്ട്. നമ്മൾ പിന്നെ കുറേ കാലമായിട്ട് ഉണ്ട്, കൊല്ലങ്ങളോളമായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ലൊരു ഇതാണിത്, അനുഗ്രഹമാണ്. ഒരു 10 കിലോൻ്റെ അടുത്തുണ്ടാവും. എല്ലാ ആഴ്ചയില്ല, ഒരു 15 ദിവസമൊക്കെ ആയിട്ട്. അത് ഇവിടെ അരി വരുന്നതിനനുസരിച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതെ അതുണ്ട്. 10 വർഷമല്ല, അതിന് കൂടുതലുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച പോലെ ഉണ്ട്. കുറേ കാലമായിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു 40-48 വയസ്സായി. ഒരു 10-20 കൊല്ലത്തിന് മുമ്പായിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. അതെ, എല്ലാവർക്കും ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഭണ്ണാരത്തിൽ നമ്മൾ വഴിപാട് ചെയ്തിട്ടുള്ള പൈസ നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെയുള്ള വഴിപാട് കൊടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം കിട്ടുന്നുണ്ടോ? എന്താണ് നമ്മളെ വഴിപാട് ചെയ്യുമ്പോൾ? അതുണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ കിട്ടിയിട്ടല്ല നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്.
നമുക്കങ്ങനെ ഓരോ വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഉപകാരങ്ങൾ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഇതിങ്ങനെ ഓരോന്ന് കൊടുക്കണത്. ഞാൻ ഒരു സുഖമില്ലാത്ത ഒരാളാണ്. നമുക്ക് ഇവിടുന്ന് ഒരു കാർഡ് ആദ്യം ഞങ്ങളെ പള്ളിക്കൊന്നും കിട്ടിയില്ല. ഞാൻ എന്നിട്ട് എൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ട് എൻ്റെ ക്യാൻസറിൻ്റെ എല്ലാ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ട് എനിക്ക് ഇവിടുന്ന് കാർഡ് കിട്ടി. അപ്പം ഞാൻ ആ അരിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് നല്ല സന്തോഷമായി. നമുക്ക് പണിക്ക് പോകാൻ വയ്യാത്ത കാരണം 10 കൊല്ലമായി ഞാൻ ക്യാൻസർ രോഗിയായിട്ട്. അപ്പോൾ ഒരു കാർഡ് ഇവിടുന്ന് കിട്ടി. ഞങ്ങളുടെ പള്ളിക്ക മഹലും കൂടിയിട്ട് എന്നിട്ട് മഹലിൽ നിന്ന് കാർഡ് കിട്ടി. ഇവിടെ ഒന്നും എല്ലാതും കൊടുത്തിട്ട് അവർ എഴുതി തന്നിട്ട് എനിക്ക് ഇവിടുന്ന് കാർഡ് കിട്ടി. സന്തോഷമായി, നല്ല സന്തോഷം. ഞങ്ങളെപ്പോഴും ഇവിടെ വരും. ഞങ്ങളെ കൊണ്ട് കഴിയാൻ സഹായം ഞങ്ങൾ ഇവർക്കും കൊടുക്കും. ഇവരെ കിട്ടുന്നത് ഞങ്ങൾക്ക് ഈ അരി സഹായം ഞങ്ങൾക്ക് അതും കിട്ടും. സന്തോഷമായി. ഞങ്ങൾ 10 വർഷമായി ഇത് വാങ്ങൽ തുടങ്ങിയിട്ട്. ഈ അരി ഉണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ച് പോവുക. പുറത്തുനിന്നൊന്നും അരി വാങ്ങലില്ല. റേഷൻ കടയിലത്തെ ഈ അരിയും ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങി. പുറത്തുനിന്ന് അരി വാങ്ങേണ്ട ആവശ്യം വരലില്ല. ഈ അരി ഉണ്ടാകുമ്പോൾ ഒരു വിത്തറാതെ ഉണ്ടാവലുണ്ടായി. എല്ലാ ആഴ്ചയും ഇങ്ങനെ കിട്ടാറുണ്ടോ? ഇല്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസത്തിൽ 2 ദിവസം, 2 ആഴ്ച. ഏകദേശം എത്ര ഉണ്ടാവും? ചില സമയത്ത് 5 കിലോ അല്ലെങ്കിൽ 10 കിലോ. 5 കിലോയാണ് അപ്പം അധികം ഉണ്ടാവില്ല. കുറേ കാർഡ് ഉണ്ടാവുക കാരണം ഇപ്പോൾ 5 കിലോ ഉണ്ടാവും. എന്നാലും സുഖമായിട്ട് അരി ഉണ്ടാവലുണ്ട് കഴിക്കാനൊക്കെ.